ചോദിക്കട്ടെ ബാ ചോദിക്കട്ടെ ബാ ഇവിടെ വരെ ചോദിക്കാനേ ചോദിക്കാനും പറയാനും എനിക്ക് ജന്നല്ലേ ഉള്ളൂ മുത്തേ. അവിടെ പേരെന്താണ്? ഇന്റൽ ഓഡിറ്റോറിയമില്ല സിർച്ചിനെ ബാസിലപ്പനെ അറിയാജി ജസീൽ ഇത് മറ്റേ സീനാണ്. എത്ര ക്ലാസ്സിലാ? ഏഴില്. ഇങ്ങോട്ട് കമ്മീഷൻ എടുത്ത് മാറിക്കാം. എന്നിട്ട് ഫോണിൽ കൂടെ നമ്മളെ സ്ഥലേ ഒരു 21 സെന്റ് സ്ഥലമുണ്ട്. നമ്മളെ സ്ഥലം ഇങ്ങനെയാണോ ചോദിച്ചു. അതായത് അയാൾ അവിടുന്ന് അത് അങ്ങനെയല്ല ഇങ്ങനെ ശരി انت الدستكينه مستكينه عابل قد بلا بسكتار مكتار مخدره ديس ماريج ولا قبيه ولا عند الوايف بارتي and you guys are enjoying now. അതായത് നമ്മുടെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമല്ലോ നാട്ടിലെ, പുതിയ കല്യാണങ്ങൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇറച്ചി വാങ്ങാൻ ഇതിനൊക്കെ നോമ്പ് നോക്കുന്ന സമയത്താണ് അമ്മമാർ വിടാറുള്ളത്. അപ്പോൾ ഈ റേഷൻ പടിയിൽ ഇപ്പോഴത്തെ അരി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് നാളെ സ്കൂളും ഉണ്ട്. അപ്പോൾ മുകളിൽ സൗണ്ട് ഉണ്ടാക്കണേ ഞാനും ഇങ്ങനത്തെ ഒരു കുട്ടിയാട്ടോ. ഇപ്പഴും ഡീസലിൽ നടക്കണ്ടതുള്ളൂ. അപ്പം നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തില് അപ്പം ഞാൻ പറയുന്നത് ഈ റേഷൻ പീടികത്തെ ഈ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ഈ അരി കിട്ടാത്ത പ്രശ്നങ്ങളും ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഒരുപാട് നമ്മൾ ജ്യൂസ് ഒരുപാട് കുടിച്ചു. അപ്പോൾ ഇത്രയും ജ്യൂസുകളും ഈ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുന്ന കാലഘട്ടത്തിൽ അപ്പം നാളെ സ്കൂളിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോകണ്ടേ? പോണം. അത് ചോദിച്ചപ്പോ എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷി വളർത്തുന്ന പരിപാടികളുണ്ട്. അതായത് ഈ പക്ഷികളെ ഒന്നായിട്ട് വളർത്തും. അതായത് അന്നത്തെ കല്യാണത്തിനൊന്നും ശരിക്കും പോത്തിനെ ആടിനെ ഇറക്കാൻ പറ്റില്ലല്ലോ, പക്ഷിനെ ഇറക്കും. അപ്പോൾ അന്നത്തെ കല്യാണത്തിന് എന്താ വെച്ചാൽ പക്ഷികളെ വളർത്തുന്നുണ്ട്. വലിയപ്പ ഇങ്ങനെ തീറ്റ എറിഞ്ഞു കൊടുത്ത് തത്തകളും ഇതെല്ലാം കൂടി ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കും. അതില് വെല്ലിപ്പം എന്ത് ചെയ്യും? അപ്പൊ വെല്ലിപ്പയ പറട്ടെ, ഇപ്പൊ ഈ കല്യാണത്തിന്റെ സമയമാകുമ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പക്ഷികൾ പാറി പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തും തേനയും മുത്തും ചോറും ബിരിയാണി തിന്നിങ്ങനെ നടക്കും പക്ഷികൾ. അപ്പം ഈ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തിന്റെ വെല്ലിപ്പ അടിയിൽ വലിയ, കാരണം പക്ഷികളെ കിട്ടണ്ടേ. കാരണം അന്നത്തെ കല്യാണത്തിന് പക്ഷി ബിരിയാണിയാണ്, തത്ത ബിരിയാണി, തത്തമ്മ ബിരിയാണി, പൊന്മാൻ ബിരിയാണി, കാക്ക ബിരിയാണി. ഇപ്പോഴല്ല ഇതിന്റെ പ്രശ്നം വന്നല്ലേ, ഇപ്പോഴാണ് മൃഗങ്ങളെ പിടിച്ചാൽ സീനില്ല. എന്നിട്ട് എന്റെ വെല്ലിപ്പം എന്ത് ചെയ്യും, ഒരു 4:45 പോക്കുണ്ട്. പക്ഷികൾ ഒന്നായിട്ട് കൂട്ടം കൂടി കാക്കിയും പനന്തത്ത നീലപ്പൊന്മാൻ ഇതെല്ലാം കൂടിയാണ് പോകുമ്പോൾ വെല്ലിപ്പ ഭയങ്കര റിസ്ക് ആണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തു പോയതാ ഇങ്ങനെ വെല്ലിപ്പാര് അന്നത്തെ കാലത്ത് തത്തനെ വെല്ലിപ്പ പിടിക്കും. എന്നിട്ടോ പിടിച്ചു വലയിൽ ഈ തത്തകൾ ഒന്നായിട്ട് കുടുങ്ങി. തത്ത അങ്ങോട്ടും ഇങ്ങോട്ട് പെടഞ്ഞ് വെല്ലിപ്പ ഇങ്ങനെ ചെറിയ ചുറ്റിക ഉണ്ടാവും, അത് തലക്ക് ഇങ്ങനെ അനങ്ങനെ അടിച്ചിട്ട് തത്തമ്മനെ ഫുള്ള് ബോധം കെടുത്തും.
കൊറിഞ്ചീവനായ തത്തമ്മളെ അർത്ഥമാണെന്ന് ബിരിയാണി വെക്കാം. അതായത് നമുക്ക് അന്ന് മൊത്തമായി മരിച്ച ജന്തുക്കളെ ഭക്ഷിക്കാൻ അവകാശമില്ല അന്നത്തെ കാലത്ത്. പൗതി ജീവൻ, അതായത് ബിരിയാണി കടന്ന് ഇങ്ങനെ പടിയണ ടൈപ്പ് തത്തമ്മകൾ അതിനകത്തുണ്ടായിന്. അങ്ങനെ തത്തമ്മ ബിരിയാണിയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഇന്നത്തെ കാലത്ത് വന്നാൽ അതിനൊക്കെ നിൽക്കൂല. ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളെ പ്രശ്നം. അന്നത്തെ വല്യപ്പന്മാർ ഈ റിസ്കുകളൊക്കെ ഏറ്റെടുത്ത് അതാണ് ആ വല്യപ്പന്മാരെ ആരോഗ്യം. അപ്പൊ അവിടുത്തെ ഒരു കാക്ക ഉണ്ടല്ലേ, അയാൾ ഇന്നോട്ട് അയച്ച് ഞങ്ങളൊക്കെ ഷുഗർ കട്ടാ. തത്തമ്മയുടെ കഥയാണ് പറഞ്ഞത്. അപ്പൊ അതിലാ കാക്ക ഞങ്ങളൊക്കെ ഷുഗർ കട്ട, ഞങ്ങളൊക്കെ ജ്യൂസ് കുടിക്കാന്നേ. 10-65 വയസ്സുള്ള മൂപ്പരെ പെരുന്തീറ്റ എല്ലാം ചോദിച്ചു നിങ്ങൾക്ക് ഷുഗറിൽ വെച്ചു. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പണ്ട് ഇതേപോലെ തത്തമ്മൻ്റെ ഫീൽഡിലേ, ആ തത്തമ്മൻ്റെ ഫീൽഡിൽ അന്ന് നിന്ന ആൾക്കാർ ഇപ്പോഴും അതിലൊക്കെ. പക്ഷെ എൻ്റെ വലിയ 2002 മരണപ്പെട്ടു പോയി. അത് തത്തമ്മ ശാപം എന്നെല്ലാവരും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. കാരണം അത്രയും തത്തമ്മകളെ കൊന്നു കൂട്ടല്ലേ. അതല്ല വല്യപ്പനാണ് അന്ന് ഞാൻ എടുക്കട്ടെ എന്റെ പേരേക്ക് എന്റെ കൂടെ. എന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ? പല പോലെ നിൽക്കുന്നില്ല. പിന്നെ അന്ന് ഇപ്പൊ ആടിനൊക്കെ നമ്മള് ഇങ്ങനെ മുന്നിൽ ഫ്രൈ ചെയ്ത് വെക്കണല്ലേ. അന്ന് ഡിനോസർ, അതുപോലെ ബ്രിട്ടീഷിന്റെ മുന്നിൽ ഡോഡോ, അതേപോലെ അന്നത്തെ വലിയ അവതാറിനെ പൊരിച്ചിരിക്കണ വല്യപ്പ. അന്നല്ലേ അവതാരം ഉള്ളത്. ഈ അവതാറിന്റെ കഥ അവതാറിന്റെ കഥ പഴയ കഥയാണ്. അന്നത്തെ കാലത്ത് അവതാറുകൾ ഇങ്ങനെ പാറി നടക്കും കാട്ടുകൂടെ ഫുള്ളായി. വല്യപ്പ എന്ത് ചെയ്യും? ചന്തിക്കൊക്കെ വെക്കും. പക്ഷെ അവതാർ പെട്ടെന്ന് ഡെഡ് ആവും. ഞാൻ പടത്തിൽ കണ്ടിക്കണോ? അവതാറിന് ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ സങ്കടമാവും. അതിൽ അമ്പ് കൊള്ളുമ്പോൾ അവതാറിന് എന്നിട്ട് നീല ചോര ഉറ്റി അവതാർ സ്പോട്ടിൽ പ്രൊഡക്ടറില്ലേ മറ്റേ മുഖം ഇങ്ങനെ അതൊക്കെ ഈ വല്യപ്പാര കാലത്താണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അത് ബേസിലാണ് പടങ്ങളൊക്കെ വന്നത്. ഏത് BC ഏതിലാ? അല്ല BC ബിഫോർ ക്രൈസ്റ്റ്. AD ആണോ? BC ബിഫോർ ക്രൈസ്റ്റ്. അതായത് BC-ലാണ് ഞങ്ങളെ വല്യപ്പന്മാർ ജീവിച്ചത്. അന്ന് ഡിനോസർ വേട്ടയാടുക, അവതാറിനെ വേട്ടയാടുക, പ്രിഡക്ടറുകളെ വേട്ടയാടുക. ഡിനോസറിനെ എന്ത് ചെയ്യും? ഇണക്കും, ഇണക്കിയെടുക്കും. തേന, അതുപോലെ ആനപ്പന്തി കേട്ടിട്ടുണ്ട്. ആനനെ ഇണക്കണ സ്ഥലമാണ് ആനപ്പന്തി. അതേമാതിരി ദിനോസർ പന്തി, അതായത് അതേപോലെ. അതായത് ഡിനോസറുകൾക്ക് തന്നെ വായക്കൊല, അതുപോലെ സദ്യ വെച്ചു കൊടുത്തിട്ട്, അതുപോലത്തെ അങ്ങനത്തെ ഓണത്തിനൊക്കെ ഓലത്തെ ആ ഒരു ദിനോസർ ആഘോഷമുണ്ട്. ദിനോണം ഭയങ്കര പരിപാടി. പിന്നെ അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയണത്, ഞങ്ങളെ വല്യപ്പ കണ്ട് ഞങ്ങളെ വല്യപ്പാനോട് പറഞ്ഞെടുത്തു. എൻ്റെ വല്യപ്പാൻ്റെ വല്യപ്പ ഈ വല്യപ്പാക്ക് ഇത് പറഞ്ഞെടുത്തു. ആ വല്യപ്പാൻ്റെ അന്നത്തെ പേരക്കുട്ടികൾക്ക് ഇത് പറഞ്ഞെടുത്തപ്പോഴാണ് എൻ്റെ എപ്പൊക്കെ അന്ന് പേരക്കുട്ടികളാണ്. ഈ പേരക്കുട്ടികളായി എൻ്റെ എപ്പ വളർന്ന് മരുമക്കളായി വന്ന ടൈമിൽ വേറെ വല്യപ്പുണ്ടായി. ആ വല്യപ്പാൻ്റെ അഞ്ചനാണ്. ആ വല്യപ്പാൻ്റെ അടിയിലുണ്ടായ രണ്ടാമത്തെ മകൻ്റെ ഇതിൽ വരുന്നതാണ് എൻ്റെ വല്യപ്പ. ആ വല്യപ്പാക്കും പിന്നെയും വല്യപ്പ. മനസ്സിലായെങ്കിൽ BC എന്ന് പറഞ്ഞാൽ എത്ര പോണം? അത് ഹാങ് ആവും സിസ്റ്റം. എടാ ഇതെന്താ ഒരുപാട് ചൊരണ്ടി ആക്കണ? അതായത് ചോദിച്ചത് അള്ളാനെ കാണാൻ വേണ്ടി ചൊരണ്ടി ആക്കണ. ഇതൊക്കെ വർഷങ്ങൾ, ഇത് തലമുറകളെ കൈമാറി വരുന്നത്. അള്ളാനെ കാണാൻ വേണ്ടി ചൊരണ്ടി കണ്ടത്. ഞാൻ ചെയ്ത് നിസ്കാരത്തെ മതി നമ്മക്കൊന്ന് ഈ നിസ്കരിച്ചിട്ട് നമ്മക്കൊന്നും വാളുമ്പോ നിസ്കരിച്ചാൽ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വരാം. പറഞ്ഞു കണ്ടത്
ഏത് പൊട്ടനാണ് മരിച്ചെന്ന് കാണാത്തോ ഏ ബാദുഷാ ബാദുഷ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഈ ബാദുഷനെ ഞങ്ങൾ തീർക്കും. ദർസിന്റെ പേര് ചോദിച്ചല്ലോ കേട്ടോ. അതിന്റെ നമ്പർ ആരെ വിളിച്ചാലാണ് കിട്ടുക നമുക്ക്? ആരെ വിളിച്ചാലും കിട്ടപ്പാനെ അമ്മനെ പോവല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ വ്ളോഗ് അപ്പൊ നമ്മളെ വ്ളോഗ് കണ്ടതിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു പറഞ്ഞാണി. താങ്ക് യു. വ്ളോഗ് കണ്ടതിന് പറയ് എല്ലാവർക്കും താങ്ക് യു. എല്ലാരോടും ബൈ. അസ്സലാമു അലൈക്കും പറഞ്ഞ എല്ലാരോടും ടാറ്റ കൊടുത്താണ് എല്ലാവർക്കും. ഓക്കെ കുട്ടികളുണ്ടോ? അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം. അവിടെ ചെക്കൻ്റെ പേരെന്താ? ചെക്കൻ്റെ പേര് ഷെയ്ബൂബാണ് ഇന്നത്തെ വ്ളോഗിന് നമ്മളെ താരം. നമ്മളൊക്കെ നിലംപരിശായി ഇപ്പോൾ പറ്റി നിലത്ത് കടന്നുപോയി. ഇങ്ങനെ ഇജിപടി ഞങ്ങൾ പടി നിന്ന്. അപ്പം ആ സ്കെയില് വ്ളോഗിൻ്റെ റേഞ്ച് കുടുകുടെ ഉയർത്തിയ ഷെയ്ബൂബിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞാണ്. ഷെയ്ബൂബിൻ്റെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഇട്ട് നടക്കുക ഷെയ്ബൂബിൻ്റെ നെയിം ഇട്ട് എല്ലാവരും ഷെയ്ബൂബിൻ്റെ നെയിം കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുക ഇൻഷാ അല്ലാഹ്. കാണാം. ബൈ ബൈ ഗൈസ്. ബൈ. അതാ പറഞ്ഞത്. ഫോട്ടോ ക്യാമറ ഉഷാറായാൽ മതി. ആർക്കെന്നെ വിളിക്കാൻ ഫോൺ ഉണ്ട് ഇപ്പൊ. ഫുഡ് കഴിച്ചോ നിങ്ങള്? നമ്മള് കഴിച്ചിട്ടില്ല, കഴിക്കണം. ശുണ്ടടി ഓക്കെ. നമ്മളെ നാട്ടുകാരനാണ് അത് മാനേജ് ചെയ്യണേ, മൊയ്തീൻ കണ്ടിട്ട്. ഞങ്ങള് കോഴിക്കോട് നമ്മളെ മേത്ര ഹോസ്പിറ്റലിന്റെ അവിടെ ഇവിടേക്കാ ആയിട്ടാണ് വീട്. നിലമ്പൂർ ഓഫീസൊക്കെ ആയിട്ട് മേത്ര ഹോസ്പിറ്റലിന്റെ അവിടെ ഫ്ലഡിന്റെ സമയത്ത് കവളപ്പാറ ഇപ്പൊ അടുത്ത് മറ്റേ പൊട്ടിക്കലത്തെ നമ്മളുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലില്. ഞാനും അവനൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലില്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ ഫോട്ടോ പോയല്ലേ? എന്താ വിശേഷം? പിന്നെ ഷഹബാസിന്റെ ഫ്രണ്ടാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഓക്കെ ഓക്കെ കാണാം. വ്ളോഗിലുണ്ടാവും. അപ്പൊ ഞങ്ങളെ വ്ളോഗിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറയും. തീർച്ചയായിട്ടും കണ്ടതിൽ സന്തോഷം. കാരണം ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന പ്രിയപ്പെട്ട നമ്മളെ ചങ്കുകളെ കല്യാണത്തിൽ വന്നിട്ട് ഒരു ജാടയില്ലാത്ത തന്നെ നമ്മളൊപ്പം ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും അങ്ങോട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എന്നോട് എൻ്റെ കൂടെ സെൽഫി എടുക്കുന്നത്. അപ്പൊ എന്തായാലും എൻ്റെ കൂടെ സെൽഫി എടുത്തതിൽ സന്തോഷം. ഇനി കണ്ടുപിട്ട് നമുക്ക് കാണാം, നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. നിങ്ങളെ ചാനലിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. എങ്ങനെ പറയാതൊക്കെ അറിയില്ല. എല്ലാവരും ലൈക്ക് ചെയ്യാ. അപ്പൊ എല്ലാരും ആ ബെല്ല് നന്നായിട്ട് കുത്തിപ്പിടിച്ചാളേ നമ്മളെ ചങ്കളൊന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരൊന്ന് വളരട്ടെ. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച്. കറക്റ്റ് കളിക്കുന്ന ആളുകള്.
ഒരു ദിവസം മുടക്കാതെ പോലെ ബാക്കൊക്കെ കാണാം ബ്രോ സീ വരിടാ വെരി അത് വേസ്റ്റ് ഇടലുണ്ടല്ലോ ഈ ഇതിലിട്ട് കേട്ടോ നിക്ഷേപിക്കാൻ. അതാണ് പാടിയതാ നമ്മള് നല്ല പിടുത്തം പൊട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡീസന്റ് ആയേക്കാം. പണ്ട് വ്ളോഗ് ചെയ്യാൻ നമുക്ക് ധൈര്യമില്ലേ, പുറത്ത് പോയി വ്ളോഗ് ചെയ്യാൻ ധൈര്യം ഇല്ലാത്തോല് ഇപ്പൊ ആൾക്കാരെ തോണ്ടിട്ട് ഞങ്ങളെ വ്ളോഗിൽ നിൽക്കാറുണ്ട്. വലിയ വലിയ കാക്കമാരൊക്കെ വിളിച്ചു വരുത്തുക വയസ്സായ കാക്കാനോട്. എന്താ അതായത് ഞങ്ങളെ കുറെ സോഷ്യൽ ആൻസൈറ്റി സംഭവങ്ങളൊക്കെ മാറി. അതായത് എന്താ വെച്ച് കാട്ടണേ വേസ്റ്റ് ലവറാട്ടോ. ഇന്നലെയും ആ മറ്റേ തോർത്തെടുത്ത് തുടച്ചു കൈയിട്ട് നമ്മളിതേമാതിരി കുറെ കാറ്ററിംഗ് വർക്ക് കോളേജ് പഠിച്ചു വേസ്റ്റിൽ കൈയിട്ടാ നല്ല അങ്ങനെയല്ല കാണുമ്പോ പഴയ ഓർമ്മകൾ. ഇവിടെ നിന്ന് ഒരിക്കലും ഭക്ഷണം കിട്ടും. ആളേൽപ്പിച്ചോ അപ്പൊ ഒരു കാറ്ററിംഗ് ആയിട്ട് ലിങ്ക് ആയി സ്ഥലമല്ല ഒരു 5 അകലെ നമുക്ക് പേടിയില്ലല്ലോ. ഇല്ല ആദ്യം പുണ്യം തേണി കാസിക്ക ഹലോ ഗൈസ് പേര് പേര് റാലിയ. ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ പോണോ. ഓള് വന്നാളെ മറന്നുപോയി ആരും കൂടെ വന്നു പേടിച്ചിട്ട്. ഇരുന്നോ എല്ലാരും ഇരിക്കുക, ഫുഡ് കഴിക്കാം.